രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിക്കുക എന്നുള്ളത് അതാണ് ഒരാളെ അയാൾ മുഅ്മിനാണ് എന്ന് ഉറപ്പിക്കുന്ന കാര്യം. അല്ലാത്ത കാര്യങ്ങൾ ഒരു മുനാഫിക്കിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത് അഅ്മാലുൽ ബിർ, സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് യഫ്അലുഹൽ ബർറു വൽ ഫാജിർ, നല്ലവരും തെമ്മാടികളും ചെയ്യും. എന്നാൽ മാസിയത്തുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് അത് സിദ്ദീഖായ ഒരാൾ മാത്രമേ ചെയ്യുകയുള്ളൂ. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറച്ച വിശ്വാസമുള്ള ആൾ, ഈമാനിൽ യഖീനുള്ള ആളുകൾ, അവർ മാത്രമേ ഹറാമുകൾ ഉപേക്ഷിക്കുകയുള്ളൂ. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈമാൻ ഇല്ലാത്ത ആളുകളും മുന്നിലുണ്ടാവും. ഒരു നോമ്പൊക്കെ വന്നാൽ നാട്ടിൽ അള്ള ഇല്ല എന്ന് പറയുന്ന പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ടാവും. പള്ളിയിൽ നോമ്പ് തുറക്കും, അതുപോലെ തന്നെ പിന്നെ ചിലപ്പോൾ ഖിയാമുൽ വരെ പള്ളിയിലുണ്ടാവും. ആ ഖിയാമുൽ കഴിഞ്ഞിട്ട് അവിടെ ചായ ഉണ്ടാവും. ചിലപ്പോൾ ചായ കിട്ടാഞ്ഞിട്ടല്ല, പക്ഷേ നാലാളെ കൂടെ ഇരുന്ന് ചായ കുടിക്കലുണ്ട്, സൊറ പറയലും അതൊക്കെ ആയിരിക്കും ഉദ്ദേശം. അങ്ങനെ നിഷേധികളായ ആളുകളെ വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പിലുണ്ടാവും. തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത്. റമദാനാകുമ്പോൾ തൗബ ചെയ്യുന്ന ആളുകൾ അവരെ കുറ്റം പറയല്ല. പക്ഷേ തൗബയൊന്നും ചെയ്യാതെ തന്നെ അവരുടെ നിഷേധമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ എന്തു ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സജീവമായിരിക്കും. പക്ഷേ ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാലോ അത് ഈമാനുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ.